ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണ സ്പെഷ്യൽ ഒരു കറിയാണ് ഡക്ക് കറി കേട്ടോ. ഡക്ക് കറിക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കിക്കോട്ടോ. ആദ്യമേ ഡക്ക് നമ്മൾ മഞ്ഞളും പെപ്പറും ഉപ്പും പൊടിക്കും ചില്ലി പൗഡറും തിരുമ്മി നമ്മൾ വേവിച്ച് വെക്കണം കേട്ടോ. അതാകുമ്പോൾ എളുപ്പത്തിൽ പണി തീരും. നമ്മൾ വേവിച്ചാണ് കൽച്ചട്ടിയിൽ വേവിച്ച കുക്കറിൽ വേവിച്ചാൽ ഈ ഡക്കിൻ്റെ പെട്ടെന്ന് അങ്ങോട്ട് കുഴഞ്ഞു. അപ്പം ഞാൻ കൽച്ചട്ടിയിൽ വേവിച്ചാണ്. പിന്നെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യമേ നമുക്ക് സ്ഥിരം ചെയ്യുന്ന പോലെ സവാള അരിഞ്ഞു വേണം. പിന്നെ ജിഞ്ചർ പേസ്റ്റ് വേണം. ജിഞ്ചറും പിന്നെ വെളുത്തുള്ളിയും കൂടെ അരച്ച പേസ്റ്റ്, പിന്നെ വേപ്പില, ചെറുള്ളി അരിഞ്ഞത്, പിന്നെ പച്ചമുളക്, പിന്നെ തേങ്ങാപ്പാൽ, മല്ലിപ്പൊടി. ഇതിനകത്ത് ഡക്കിൻ്റെ പൗഡർ വാങ്ങിക്കാൻ കിട്ടും, ഈസ്റ്റേണിൽ കിട്ടും ഡക്ക് പൗഡർ ഇട്ടാൽ. ഡക്ക് പൗഡർ ഇട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. ചിക്കൻ്റെ ഇടരുത്, ഡക്കിൻ്റെ പൗഡർ സ്പെഷ്യലി വരുന്നുണ്ട്. അത് ഈസ്റ്റേണിൻ്റെ ഒക്കെ കിട്ടും. അത് വാങ്ങിച്ചാണ് ഇത് കേട്ടോ. അപ്പം നമ്മൾ ആദ്യമേ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സവാള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണ വെച്ച് സവാള വഴറ്റിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ചെറിയ ഉള്ളി ഇടണം. കൊച്ചുള്ളി കുറച്ച് അരിഞ്ഞിടണം, നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. കൊച്ചുള്ളിയും കൂടെ അതിനുള്ള ആഡ് ചെയ്താൽ അങ്ങനെ ഓരോ ഐറ്റം ഇട്ട്. ഇനി പച്ചമുളക് ഇടണം. ഇനി ജിഞ്ചർ പേസ്റ്റ് ഇടണം. ജിഞ്ചർ പേസ്റ്റ് ആവശ്യത്തിന്. അതിൽ വെളുത്തുള്ളി അരച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. വഴറ്റിയെടുക്കണം നല്ലോണം. വഴറ്റി ഇനി വേപ്പിലിടണം. കരിവേപ്പില ആവശ്യത്തിന്. എല്ലാം റെഡിയാക്കി വെച്ചാൽ പെട്ടെന്നാവും കേട്ടോ. അതൊന്ന് മീറ്റ് വേവാനുള്ള സമയമുള്ളൂ കേട്ടോ. മീറ്റ് കുക്കറിൽ ചിലർ വേവിക്കും, പക്ഷേ ഡക്കിന് ബോൺ അധികമായിരിക്കും, മീറ്റ് കുറവായിരിക്കും. അതറിയാമല്ലോ. എപ്പോഴും നമ്മൾ വാങ്ങിച്ചാൽ എത്ര വലുത് നോക്കി വാങ്ങിച്ചാലും നമ്മൾ മീറ്റ് കുറവും ബോൺ കൂടുതലും ആയിരിക്കും. അപ്പം നമ്മൾ ഇത് കൂടുതൽ അപ്പത്തിന് പാലപ്പത്തിനാണ് ഏറ്റവും നല്ല കേട്ടോ. പാലപ്പം, പിടിയും ഡക്ക് കറിയും നല്ലതായിരിക്കും കേട്ടോ. പിന്നെ പാലപ്പം, കള്ളപ്പം എല്ലാത്തിനും നല്ല ഒരു കറിയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും നല്ല. രാവിലത്തേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ എനിക്കുള്ള പൊടികൾ ഇടണം. പറഞ്ഞല്ലോ ആദ്യമേ പൊടികൾ നമ്മൾ ഇടണം. ആവശ്യത്തിനുള്ള എല്ലാ പൊടികളും ഉണ്ട് കേട്ടോ. ഇതും കൂടി ഒന്ന് വഴറ്റണം. മൊരിഞ്ഞു വന്നോട്ടോ കേട്ടോ. എന്താ ഒരു ചുമപ്പ് പാകാവുമ്പോൾ പിള്ളേർക്കൊക്കെ ഇപ്പോൾ ഡക്ക് കറിയൊക്കെ ഫോണിൽ ടച്ച് ചെയ്താൽ വീട്ടിൽ ഓൺലൈനായിട്ട് വരും. എല്ലാവരും ഇപ്പോൾ ഓർഡർ ചെയ്ത് വാങ്ങിക്കുക. പക്ഷെ നമ്മൾ ഈസ്റ്റർ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ വീട്ടിലുണ്ടാക്കി നമ്മൾ പൈതൃകമായിട്ട് അത് കിട്ടിയേക്കണതാണ്. നമ്മൾ പാരമ്പര്യമായിട്ട് വീട്ടിലുണ്ടാക്കി കഴിക്കണം. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കാൻ മടി. അവർക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരുന്ന കേട്ടോ. ഡക്ക് കറിയൊക്കെ പെട്ടെന്നാണ് ഉണ്ടാക്കാം. നമ്മൾ വാങ്ങിക്കണമെങ്കിൽ ഒരു ഡക്ക് കറിക്ക് തന്നെ എത്ര രൂപയാണ്? 300-350 രൂപയാണ്. അതിൽ 2 പീസാണ് ഉണ്ടാവുള്ളൂ ഇവിടെ തോംസണിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ. ഇനി അത് കഴിഞ്ഞിട്ട് ഈ മീറ്റ് വേവിച്ച് അങ്ങോട്ട് ഇടണം. നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. കൽച്ചട്ടിയിൽ വേവിച്ചാൽ ടേസ്റ്റ് കൂടുതലുണ്ടാവും കേട്ടോ. പണ്ടൊക്കെ അമ്മമാർ ഉപയോഗിക്കണം. അതിപ്പോഴും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക കൽച്ചട്ടി. നമുക്ക് ബീഫും ചിക്കനും പിന്നെ മട്ടനും ഒക്കെ ഇതിനകത്ത് ഈ കൽച്ചട്ടിയിൽ വേവിച്ച ഒരു ടേസ്റ്റ് വേറെ. കുക്കറിൽ ഉണ്ടാക്കണതിലും ടേസ്റ്റ് കൂടുതലുണ്ടാവും കേട്ടോ. ഇനി ഇതൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് മൊരിഞ്ഞുകൊണ്ടിരിക്കുക. കുക്കായി വരുമ്പോൾ എല്ലാത്തിലും ഒന്ന് പിടിച്ചോട്ടെ കേട്ടോ. പാകത്തിന് ഉപ്പൊക്കെ ഇതിലിട്ട് വേവിച്ചപ്പോൾ ഉപ്പൊന്നും നമുക്ക് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൽ കൂട്ടി വയ്ക്കണം. ഇത്രേ ഉള്ളൂ. ഇനി തേങ്ങാപ്പാൽ ഇതിനകത്ത് ചേർക്കണം. തേങ്ങാപ്പാൽ കേട്ടോ. ഇത് 1-ാം പാലാണ്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് 1-ാം പാലായിട്ട് അടിച്ചിട്ടോ. ഒത്തിരി വെള്ളമായാൽ ടേസ്റ്റ് കുറയും. വെറുതെ വെള്ളം പോലെ. പിന്നെ ചട്ടി കഴുകി ഇത്തിരി വെള്ളം കേട്ടോ. ചട്ടിയിൽ കുറച്ച് മസാലയുണ്ട്. ഓക്കെ, ഇത്രയുള്ള പരിപാടി.
ഡക്ക് കറി റെഡി കേട്ടോ. ഈ പാലപ്പവും കൂട്ടി ഇത് കഴിക്കാൻ നല്ലതായിരിക്കും. എന്താ സൂപ്പർ. അതിൻ്റെ മണം കേട്ടത് തന്നെ നാവിൽ വെള്ളം വരുന്നു. അപ്പം എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായി. ഇനി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഫോളോവേഴ്സ് 10,000 വരെ ആയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഒരു ബെൽ ബട്ടണും അമർത്തണേ. വീഡിയോ ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ, അപ്പം എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. ബായ്. മോളി കിച്ചൺ ബായ്. ഇതാണ് ഡക്ക് കറി കേട്ടോ. ഇനി ഇതിങ്ങനെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഓഫ് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. കണ്ടോ, സൂപ്പർ കറിയാണ്. ഞാൻ നോമ്പായതുകൊണ്ട് വായിൽ വെക്കുന്നില്ല കേട്ടോ. നാളെയാണ് നോമ്പ് തീരുള്ളൂ കേട്ടോ. ഓക്കെ.